പ്രിയമുള്ളവരെ, ദ റൂട്ട്സ് ഓഫ് നിധി ഇന്നു നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നരച്ച് പടുവൃദ്ധയായ ഒരു മഹാനഗരത്തെ മനസ്സുകൊണ്ട് തൊട്ടറിയാനാണ്. അതെ, കാശി എന്ന ഹോളി സിറ്റിയെ തന്നെ. ഈ നഗരത്തെ പലരും തന്നെ മികച്ച വ്ളോഗിങ്ങിലൂടെയും റീൽസുകളിലൂടെയും നമുക്ക് തുറന്നു കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി ആ നഗരത്തെ തുറന്നു കാണിക്കലല്ല, മറിച്ച് ആ നഗരത്തിൻ്റെ ആത്മാവിനെ ഒരു അന്വേഷകൻ്റെ ത്വരയോടെ നടത്തിയ തേടലുകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. എങ്ങനെയാണ് കാശി എന്നതിലല്ല, മറിച്ച് എന്താണ് കാശി എന്ന് തിരയുമ്പോഴാണ് ഈ നഗരം സ്വയം ഗോപ്യമാക്കി വെച്ചത് പലതും നമുക്ക് മുന്നിലേക്ക് അനാവരണം ചെയ്യുന്നത്. കാശി എന്ന പേരിനർത്ഥം തന്നെ പ്രകാശിപ്പിക്കുന്നത് എന്നാണല്ലോ. അപ്പോൾ എന്തിനെയാണ് അത് പ്രകാശിപ്പിക്കുന്നത്? ഉത്തരം അത് നമ്മിലെ ജ്ഞാനത്തെ തന്നെ. അപ്പോൾ അതെങ്ങനെ സാധ്യമാവും? അതിനെ അകക്കണ്ണുകൊണ്ട് കാശിയെ ചൂഴ്ന്നു നോക്കിയാലേ സാധ്യമാവും. അതിന് സാധിക്കാത്തവർക്ക് കാശി എന്നത് മറ്റേതൊരു സാധാരണ ഉത്തരേന്ത്യൻ നഗരം പോലെ തന്നെ നിറം കെട്ട് മലിനമായ ജനസാന്ദ്രതയുള്ള ഒരു മുഷിഞ്ഞ നഗരം മാത്രമായി കാണപ്പെടും. കാശിയുടെ ആത്മാവിനെ തൊട്ടറിയാതെ വെറും വിനോദയാത്രക്കാരനായി ഇവിടെ എത്തിയാൽ അറപ്പും വെറുപ്പും അരോചകങ്ങളും അസന്തുഷ്ടിയും മാത്രമേ സമ്മാനിക്കൂ. ഒന്നിനും ഒരടുക്കും ചിട്ടയുമില്ലെന്ന് ചിന്തിക്കാനാവൂ. നേരെ മറിച്ച് ഒരു അന്വേഷകനായി ആസ്വാദനത്തിൻ്റെയും ഉൾക്കാഴ്ചകളുടെയും ഗിരിശൃംഗങ്ങളിലേക്ക് മനസ്സിനെ സ്വച്ഛന്തം വിഹരിക്കാൻ വിട്ട് ഇവളെ കണ്ണു തുറന്നു നോക്കിയാൽ ചിലത് നമുക്ക് തെളിഞ്ഞു വരും. പലതും ഉപേക്ഷിക്കാനും ചിലത് നേടാനുമുണ്ട് ഇവിടെ എന്ന ഉൾവിളി നമുക്കപ്പോൾ കേൾക്കാൻ പറ്റും. അതിനായി പല ദാർശനിക പദ്ധതികളും മുൻഗാമികൾ ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. തിരിച്ചറിവിൻ്റെ ആ തലം മുതൽ നാം കാശിയെ അറിയാതെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ഇതിനാലൊക്കെ തന്നെയാണ് ലോകത്തിന് കാശി ഏറെ പ്രിയങ്കരിയായതും. മോക്ഷപ്രദായിനികളായ അയോധ്യ, മഥുര, ഹരിദ്വാർ, കാശി, പുരി, കാഞ്ചി, അവന്തിക എന്നീ സപ്തപുരാതന നഗരങ്ങളിൽപ്പെട്ട കാശി ഭൂമിയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നതും ഇന്നും നിലനിൽക്കുന്നതുമായ ഒരു സജീവ നഗരമാണ്. വാരണാസി, അവിമുക്ത, ആനന്ദകാനന, രുദ്രവാസ, മഹാശ്മശാന എന്നിങ്ങനെ ഇവൾക്ക് അപരനാമങ്ങളുണ്ട്. പുണ്യഗംഗയുടെ പോഷക നദികളായ വരുണയും അസിയും പഴയ കാശി നഗരത്തിൻ്റെ തെക്കും വടക്കും അതിരു പങ്കിടുന്നതിനാലാണ് വാരണാസി എന്ന പേര് ഇവൾക്ക് സിദ്ധിച്ചത്. പണ്ഡിതരുടെയും ആത്മതത്വജ്ഞാനികളുടെയും ദാർശനികരുടെയും മഹാത്മാക്കളുടെയും നിറസാന്നിധ്യത്താൽ ജ്ഞാനദീപ്തവും മോക്ഷദായകവുമാണ് കാശി. ഹൈന്ദവ, ബൗദ്ധ, ജൈന ദാർശനികർക്കും ഈ ധർമ്മത്തെ പിന്തുടർന്നവർക്കും ഒരുപോലെ പുണ്യവും പവിത്രവുമാണ് ഈ നഗരം. ജ്യോതിർലിംഗങ്ങളിൽ പ്രധാനമായ വിശ്വനാഥ ക്ഷേത്രം ഇവിടുത്തെ ഘാട്ടിലാണുള്ളത്. ഇതിനടുത്താണ് മണികർണിക ഘാട്ടിൽ ശക്തിപീഠങ്ങളിൽ പ്രധാനമായ വിശാലാക്ഷി ക്ഷേത്രവും. വാക്കും അർത്ഥവും ഇഴപിരിക്കാനാവാത്ത പോലെ പ്രകൃതിയും പുരുഷനും ഈ ജഗത്തിൻ്റെ അച്ഛനമ്മമാരായി ഇവിടെ നിലകൊള്ളുന്നു. ഇവിടെ നിന്നാണ് ജഗദ്ഗുരു ആദിശങ്കരൻ തൻ്റെ ദിഗ്വിജയത്തിന് തുടക്കം കുറിച്ചതും. ശാക്യമുനി ഗൗതമബുദ്ധൻ ബോധ്ഗയയിൽ നിന്നും ജ്ഞാനോദയം ലഭിച്ചതിനു ശേഷം ആദ്യമായി പ്രഭാഷണം നടത്തിയ സാരാനാഥും ഇവിടെയാണുള്ളത്. നിരവധിയായ ശാസ്ത്രങ്ങളും ദർശനങ്ങളും തത്വചിന്തകളും അധ്യയനം ചെയ്തിരുന്നതും അധ്യാപനം ചെയ്തിരുന്നതുമായ ഒരു പ്രാചീന ബൗദ്ധ സർവകലാശാല ഇവിടെ കാണാം. പ്രധാനപ്പെട്ട 2 ജൈന തീർത്ഥങ്കരന്മാർ ജനിച്ച പുണ്യഭൂമി കൂടിയാണ് കാശി. രാമചരിതമാനസം രചിച്ച ഭക്തകവി തുളസീദാസ്, സൂഫി വര്യൻ കബീർദാസ്, തത്വചിന്തകൻ രാമാനന്ദ് തുടങ്ങിയ മഹാത്മാക്കൾ തങ്ങളുടെ കർമ്മഭൂമിയായി തിരഞ്ഞെടുത്തത് ഇവിടെയാണ്. ഭൂമിയിലെ പുരാതനവും നിരന്തരം എരിയുന്നതുമായ ശ്മശാനമാണ് മണികർണിക ഘാട്ട്. ഈ ഘാട്ടുകൾ ജീവനുള്ള മനുഷ്യന് മൗനമായ ഒരു തത്വചിന്തയാണ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ചുടുകാട് വെറുതെ നോക്കി നിന്നാൽ മാത്രം നമ്മുടെ മനസ്സിലെ അഴുക്കുകൾ പലതും എരിഞ്ഞൊടുങ്ങും. വ്യർത്ഥമായ മനുഷ്യജീവിതത്തിൽ നിന്നും പരമപദം പുൽക്കുന്നതിലേക്കുള്ള വെളിച്ചമാണ് ആ തീ. ആ ഒരു ചിത്രത്തിന് ഇതുവരെ മറ്റു പലതിലും കാണാനാവാത്ത ഒരു ഗൂഢവും വന്യവുമായ സൗന്ദര്യം കുടികൊള്ളുന്നുമുണ്ട്.
ഇതിനെല്ലാം മൂകസാക്ഷിയായി അനുസ്യൂതമൊഴുകുന്ന ഭാഗീരഥി. അവളെന്നും ടൺകണക്കിന് മാലിന്യം ഏറ്റുവാങ്ങാറുണ്ടെങ്കിലും അവൾ സ്വയം മലിനയാവാറില്ല. ഇതിനൊക്കെ പുറമെ അല്പം ചരിത്രത്തിലേക്ക് വന്നാൽ ഭൂമിയിൽ ഏറ്റവും പഴക്കം ചെന്നതും ആദ്യം രൂപപ്പെട്ടതുമായ നാഗരികതയാണല്ലോ നമ്മുടേത്. അതിനോടനുബന്ധിച്ച് ഇരുമ്പുയുഗകാലമായിരുന്ന BC 1200-കളിൽ വടക്കേ ഇന്ത്യയിൽ വളർന്നു പുഷ്കലിച്ച 16 മഹാജനപദങ്ങളിൽ ഒന്നാണ് കാശി എന്ന ഗണരാജ്യം. അതിൻ്റെ തലസ്ഥാനം വാരണാസിയും. മഹാജനപദമെന്നാൽ ദ ഗ്രേറ്റ് റിപ്പബ്ലിക് എന്നർത്ഥം. ഒരു തലസ്ഥാനവും അതിനു ചുറ്റും കോട്ട കെട്ടി സംരക്ഷിച്ച ഒരു സമ്പൂർണ്ണ നഗരവും അതിനു ചുറ്റും ഗ്രാമങ്ങളും കൃഷിസ്ഥലങ്ങളും അടങ്ങുന്നതായിരുന്നു മഹാജനപദങ്ങളുടെ അടിസ്ഥാന ഘടന. ഇരുമ്പ് സംസ്കരണം, കൃഷി, കല, സംസ്കാരം, ദർശനം, സാഹിത്യം, ശാസ്ത്രം, കന്നുകാലി വളർത്തൽ എല്ലാം ഈ സമയത്ത് വൻതോതിൽ വികസിച്ചു. വേദസംസ്കൃതിക്കൊപ്പം ബുദ്ധജൈന ദർശനങ്ങളും വൻതോതിൽ ഇവിടെ പ്രചാരം ലഭിച്ചു. ഇത്തരത്തിൽ ചരിത്ര പ്രാധാന്യവുമുള്ള ഭൂമി കൂടിയാണ് കാശി. അതെ, ഇന്ത്യയുടെ ആത്മീയ, സാംസ്കാരിക, പൗരാണിക ചരിത്ര ജീവിതങ്ങളുടെ ഈറ്റില്ലം. പിന്നെ എങ്ങനെ കാശി ജ്ഞാനപ്രാപ്തിയുടെ കവാടമല്ലാതായി തീരും? പക്ഷേ കാണേണ്ട കണ്ണിലൂടെ കാണണം എന്ന് മാത്രം. ആ കണ്ണുകളിൽ ചുമച്ചു കുരച്ച് രക്തം തുപ്പുന്ന വൃദ്ധരും ശ്വാസം മുട്ടി കിതച്ചണയ്ക്കുന്ന റിക്ഷാവാലകളും ബെല്ലും ബ്രേക്കുമില്ലാത്ത സൈക്കിൾ സവാരിക്കാരും ഒരു എളുപ്പമില്ലാതെ ഇരന്നു ജീവിക്കുന്ന അരപ്പാളി പരീക്ഷകളും ചായം തേച്ച അതരങ്ങളുമായി അധികം പൊക്കം വയ്ക്കാത്ത മഹിളാമണികളും ബാങ്കിൻ്റെ പുകയാസ്വദിക്കുന്ന കൂട്ടം തെറ്റിയ ജടാധാരികളും അലക്ഷ്യമായി ചുറ്റിയടിക്കുന്ന കുഷ്ഠം പിടിച്ച ശ്വാനവൃന്ദങ്ങളും നടുറോഡിൽ ട്രാഫിക് നിയന്ത്രിക്കുന്ന കന്നുകാലികളും തുരുമ്പെടുത്ത് വിചിത്രരൂപികളായ ഓട്ടോറിക്ഷകളും ഗുഡ്ക ചവച്ചു തുപ്പി ചുമന്നു തുടുത്ത ഇടുങ്ങിയ ഗലികളും അസൽ ബാങ്ക് അരച്ചു കലക്കിയ ലസ്സിയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളും പഴമയുടെ പ്രൗഢിയും പേറി ഇടിഞ്ഞു വീഴാറായി തുടങ്ങിയ ഹവേലികളും മാളികകളും പൊട്ടിയൊലിച്ച് ദുർഗന്ധം വമിപ്പിക്കുന്ന ഓടകളും അങ്ങനെ എല്ലാം ചേർത്ത് പാവനൂലുകൊണ്ട് നെയ്തെടുത്ത അസൽ ബനാറസി പട്ട് തന്നെ ആയി മാറും ഈ നഗരം.